പുരോഗതിയുടെയും സമാധാനത്തിന്റെയും സാധ്യതയുടെയും പ്രതീകമാണ് ഇന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല. കണക്ടിവിറ്റി, സ്ഥിരത, അവസരങ്ങൾ എന്നിവയുടെ പുതിയ യുഗത്തിന് തുടക്കമിട്ടുകൊണ്ട് പ്രദേശം അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിന്റെ അടയാളപ്പെടുത്തലായിരുന്നു റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടി. വടക്ക് കിഴക്കൻ മേഖലയെ ഒരു അതിർത്തി മേഖല മാത്രമായി കണക്കാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ രാജ്യത്തെ അതിവേഗം വളരുന്ന മേഖലയായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈസ്റ്റ് എന്നാൽ എംപവർ, ആക്ട്, സ്ട്രെങ്തൻ ആൻഡ് ട്രാൻസ്ഫോം എന്നാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അതുകൊണ്ടാണ്. രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെ പ്രതീകമാണ് വടക്കുകിഴക്കൻ മേഖല. കണക്ടിവിറ്റി, സ്ഥിരത, അവസരങ്ങൾ എന്നിവയുടെ പുതിയ യുഗത്തിനാണ് മേഖല ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. 8 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ വളർച്ചയുടെ എഞ്ചിനുകളാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനം മേഖലയിലുടനീളം വലിയ പരിവർത്തനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വിവിധ മന്ത്രാലയങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം വടക്കുകിഴക്കൻ മേഖലയുടെ അപാരമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. ഇതിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ പങ്ക് ശ്രദ്ധേയമാണ്. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിലും വിദൂര പ്രദേശങ്ങളിലേക്ക് സാധ്യതകളുടെ വാതിലുകൾ തുറക്കുന്നതിൽ മന്ത്രാലയത്തിന്റെ ശ്രമങ്ങൾ വലിയ ഫലം കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടായിരത്തി 14 മുൻപ് വെറും 9 വിമാനത്താവളങ്ങളുണ്ടായിരുന്ന ഈ മേഖലയിൽ ഇന്ന് 2 ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ 17 വിമാനത്താവളങ്ങളുണ്ട്. ഉഡാൻ പദ്ധതിയിലൂടെ 90 പ്രാദേശിക റൂട്ടുകൾ യാഥാർത്ഥ്യമായി. 10 റീജിയണൽ കണക്ടിവിറ്റി സ്കീം വിമാനത്താവളങ്ങളിലൂടെ വിദൂരദേശങ്ങളിലെ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നു. നിലവിൽ റെയിൽവേ മന്ത്രാലയം ദൂരപരിധി കുറയ്ക്കുകയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളെ ദേശീയ റെയിൽവേ ഗ്രിഡുമായി ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 75 വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ ചരക്ക് ട്രെയിൻ 2022 മണിപ്പൂരിലും ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ 2023 മേഘാലയയിലുമെത്തി. മിസോറാമിലെ ബൈരാബി സൈറാങ് റെയിൽവേ ലൈൻ, മണിപ്പൂരിലെ ജിരിബാം ഇംഫാൽ റെയിൽവേ ലൈൻ, സിക്കിമിലെ സിവോക് റാങ്പോ ലൈൻ പോലെയുള്ള പദ്ധതികൾ മേഖലയിലെ കണക്ടിവിറ്റിയെ പുനർനിർവചിക്കുന്ന എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളാണ്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ 60-ലധികം സ്റ്റേഷനുകൾ നവീകരിച്ചു വരികയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ഗുവാഹത്തിയിലേക്ക് സർവീസ് നടത്തുന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ കൂടുതൽ സുഖകരവും വേഗതയേറിയതുമായ റെയിൽ യാത്രാ അനുഭവമൊരുക്കുകയാണ് മന്ത്രാലയം. ഭാരത് മാല പോലുള്ള സംരംഭങ്ങളിലൂടെയും വടക്കുകിഴക്കൻ മേഖലയ്ക്കായി പ്രത്യേക റോഡ് വികസന പരിപാടിയിലൂടെയും റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ദ്രുതഗതിയിലുള്ള ഹൈവേ വികസനമാണ് നടക്കുന്നത്. ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഹൈവേകളുടെയും പാലങ്ങളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത് യാത്രാനുഭവങ്ങളെയും വ്യാപാരത്തെയും പരിവർത്തനം ചെയ്യും. ഗുവാഹത്തിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും വിവിധ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും നൂതനാശയങ്ങളുടെയും വൈദഗ്ധ്യത്തിന്റെയും സംരംഭകത്വത്തിന്റെയും കേന്ദ്രമായി നിലകൊള്ളുന്നു. ഇത് ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ ബയോടെക് ആവാസ വ്യവസ്ഥയെ പ്രാപ്തമാക്കുന്നു. അസമിന്റെ ദീർഘകാലമായുള്ള അഭിലാഷം സാക്ഷാത്കരിക്കുന്നതിനായി നമ്രൂപ് IV ഫെർട്ടിലൈസർ പ്ലാന്റും സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. ഇന്ത്യയുടെ വിശാലമായ ജലവൈദ്യുത പദ്ധതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഇന്ത്യയുടെ ക്ലീൻ എനർജി ഭാവി മുൻനിർത്തിയും വടക്കുകിഴക്കൻ മേഖലയെ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം സുപ്രധാന ഊർജ്ജ കേന്ദ്രമാക്കി മാറ്റുകയാണ്. ദിബാങ് പോലുള്ള മെഗാ ജലവൈദ്യുത പദ്ധതികൾ ഇതിന് ഉദാഹരണമാണ്. പുനരുപയോഗ ഊർജ്ജത്തിന്റെ സാധ്യതകളും അതിൽ ഉൾപ്പെടുന്നു. വൻതോതിലുള്ള നിക്ഷേപവും ധീരമായ കാഴ്ചപ്പാടുമുള്ളതിനാൽ വടക്കുകിഴക്കൻ മേഖല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, പുരോഗതിയും സൃഷ്ടിക്കുന്നു. ഈ വികസന യാത്രയിലെ സുപ്രധാന ഏടാണ് റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപക ഉച്ചകോടി. 4.3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങളാണ് ഉച്ചകോടിയിൽ ലഭിച്ചത്.
വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി കേന്ദ്രമാകാൻ വഴിയൊരുക്കുന്നതായിരുന്നു ഉച്ചകോടി. വടക്കുകിഴക്കൻ മേഖലയിലെ നിക്ഷേപത്തിന്റെ ആഘോഷമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയെ വിശേഷിപ്പിച്ചത്. വ്യാപാരം, പാരമ്പര്യം, തുണിത്തരങ്ങൾ, വിനോദസഞ്ചാരം എന്നിവയിലുടനീളമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിശാലമായ സാധ്യതകൾ പ്രധാനമന്ത്രി അഭിസംബോധനയ്ക്കിടെ ഊന്നിപ്പറഞ്ഞു. ഈ മേഖലയുടെ വൈവിധ്യമാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി. വടക്കുകിഴക്കൻ മേഖല വളർന്നുവരുന്ന ജൈവ സമ്പദ്വ്യവസ്ഥ, മുള വ്യവസായം, തേയില ഉൽപാദനം, പെട്രോളിയം, കായികം, വൈദഗ്ധ്യം എന്നിവയാൽ സമ്പന്നമാണ്. കൂടാതെ പരിസ്ഥിതി ടൂറിസത്തിന്റെ വളർന്നുവരുന്ന കേന്ദ്രവുമാണ്. ഈ മേഖല ജൈവ ഉൽപ്പന്നങ്ങൾക്ക് വഴിയൊരുക്കുകയും ഊർജത്തിന്റെ ശക്തി കേന്ദ്രമായി നിലകൊള്ളുകയും ചെയ്യുന്നു. സമൃദ്ധിയും അവസരങ്ങളും കൊണ്ടുവരുന്ന അഷ്ടലക്ഷ്മിയുടെ സത്ത വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. नॉर्थ ईस्ट राइजिंग समिट इसकी सफलता के लिए मेरी तरफ से, भारत सरकार की तरफ से आपको बहुत बहुत शुभकामनाएं देता हूं. साथियों, भारत को दुनिया का सबसे डाइवर्स नेशन कहा जाता है और हमारा नॉर्थ ईस्ट इस डाइवर्स नेशन का सबसे डाइवर्स हिस्सा है. ट्रेड से ट्रेडिशन तक, टेक्सटाइल से टूरिज्म तक, नॉर्थ ईस्ट की डाइवर्सिटी ये उसकी बहुत बड़ी स्ट्रेंथ है. नॉर्थ ईस्ट यानी बायो इकोनॉमी और बाम्बू. नॉर्थ ईस्ट यानी टी प्रोडक्शन एंड पेट्रोलियम. नॉर्थ ईस्ट यानी स्पोर्ट्स एंड स्किल. नॉर्थ ईस्ट यानी इको टूरिज्म का इमर्जिंग हब. नॉर्थ ईस्ट यानी ऑर्गेनिक प्रोडक्ट की नई दुनिया. नॉर्थ ईस्ट यानी एनर्जी का पावर हाउस. इसलिए नॉर्थ ईस्ट हमारे लिए अष्टलक्ष्मी है. अष्टलक्ष्मी के इस आशीर्वाद से नॉर्थ ईस्ट का हर राज्य कह रहा है, हम निवेश के लिए तैयार है, हम नेतृत्व के लिए तैयार है. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വടക്കുകിഴക്കൻ മേഖല പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിക്കുന്നു. ഈസ്റ്റ് വെറുമൊരു ദിശയല്ല, മറിച്ച് എംപവർ, ആക്ട്, സ്ട്രെങ്തൻ ആൻഡ് ട്രാൻസ്ഫോം എന്നിവ ഉൾക്കൊള്ളുന്ന ദർശനമാണ്. ഈ സമീപനം കിഴക്കൻ ഇന്ത്യയെ, പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ മേഖലയെ ഇന്ത്യയുടെ വളർച്ചാപാതയുടെ കേന്ദ്ര ഘടകമായി മാറ്റുന്നു. കഴിഞ്ഞ 11 വർഷമായി വടക്കുകിഴക്കൻ മേഖലയിൽ എല്ലാ മേഖലയിലും പരിവർത്തനാത്മകമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. നയപരമായ നടപടികൾക്കപ്പുറം ജനങ്ങളുമായി ഹൃദയംഗമമായ ബന്ധം വളർത്തിയെടുക്കുന്നതാണ് ഈ മേഖലയുമായുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ. കേന്ദ്രമന്ത്രിമാർ 700-ലധികം സന്ദർശനങ്ങളാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നടത്തിയത്. പ്രദേശത്തിന്റെ വികസനത്തിനായുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇത് തെളിയിക്കുന്നത്. മേഖലയിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വൈകാരിക ബന്ധത്തിനുള്ള മാർഗമാണെന്നും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. ഒരു കാലത്ത് വടക്കുകിഴക്കൻ മേഖലയെ ഒരു അതിർത്തി പ്രദേശമായി മാത്രം കണക്കാക്കിയിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ വളർച്ചായാത്രയിലെ മുൻനിര മേഖലയായിട്ടാണ് ഇന്ന് കണക്കാക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇപ്പോൾ അവസരങ്ങളുടെ നാടായി വടക്കുകിഴക്കൻ മേഖല ഉയർന്നു വരികയാണ്. അടിസ്ഥാന സൗകര്യ രംഗത്ത് വടക്കുകിഴക്കൻ മേഖല വിപ്ലവകരമായ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായി ആയിരക്കണക്കിന് കോടി രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. 11,000 കിലോമീറ്റർ ഹൈവേകളുടെ നിർമ്മാണം, വിപുലമായ പുതിയ റെയിൽവേ ലൈനുകൾ, വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കൽ, ബ്രഹ്മപുത്ര, ബറാക് നദികളിലെ ജലപാതകളുടെ വികസനം, 100 കണക്കിന് മൊബൈൽ ടവറുകൾ സ്ഥാപിക്കൽ എന്നിവ
ചില നേട്ടങ്ങളാണ്. ഹൈവേകൾ, റെയിൽവേകൾ, ജലപാതകൾ, ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവയെല്ലാം വടക്കുകിഴക്കൻ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. അടുത്ത ദശകത്തിൽ മേഖലയുടെ വ്യാപാര സാധ്യത ഗണ്യമായി വർദ്ധിക്കും. ആസിയാനുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം നിലവിൽ ഏകദേശം $125 ബില്യൺ വരും വർഷങ്ങളിൽ അത് $200 ബില്യൺ കൂടുതലാകുമെന്നും ഇതിൽ വടക്കുകിഴക്കൻ മേഖല തന്ത്രപരമായ വ്യാപാര ഘടകമായി മാറുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗുവാഹത്തി, ഇംഫാൽ, അഗർത്തല എന്നിവ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് ഹബ്ബുകളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മേഘാലയയിലും മിസോറാമിലും ലാൻഡ് കസ്റ്റം സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാര അവസരങ്ങൾ കൂടുതൽ വികസിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പുരോഗതികൾ ഇൻഡോ പസഫിക് രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ വടക്കുകിഴക്കൻ മേഖലയെ വളർന്നുവരുന്ന ശക്തിയായി സ്ഥാപിക്കുന്നുവെന്നും നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ വഴികൾ തുറക്കുന്നുവെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിലും മികച്ച ഭാവി ഉറപ്പാക്കുന്നതിലും നൈപുണ്യ വികസനത്തിന്റെ നിർണായക പങ്ക് ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി വിദ്യാഭ്യാസത്തിലും നൈപുണ്യ വികസന സംരംഭങ്ങളിലും കേന്ദ്ര സർക്കാർ ഗണ്യമായ നിക്ഷേപം നടത്തുന്നതിനാൽ വടക്കുകിഴക്കൻ മേഖല ഈ പുരോഗതിക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്നുവെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ 21,000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 800-ലധികം പുതിയ സ്കൂളുകൾ, മേഖലയിലെ ആദ്യത്തെ എയിംസ്, 9 പുതിയ മെഡിക്കൽ കോളേജുകൾ, 2 പുതിയ IITകൾ എന്നിവ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന വികസനങ്ങൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 11 വർഷങ്ങൾ വടക്കുകിഴക്കൻ മേഖലയ്ക്ക് വളരെ നിർണായകമായിരുന്നു. മുഴുവൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയും കണക്ടിവിറ്റി, സ്ഥിരത, അവസരങ്ങൾ എന്നിവയുടെ കേന്ദ്രമാക്കി മേഖലയെ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. വടക്കുകിഴക്കൻ മേഖലയുടെ പുരോഗതിയിലൂടെയും സമൃദ്ധിയിലൂടെയും ഇന്ത്യയുടെ ഭാവി പുതിയ ഉയരങ്ങളിലെത്തുമെന്നത് തീർച്ചയാണ്.